ഓണസദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഭവമാണ് ഈ ഒരു പൈനാപ്പിൾ പച്ചടി. അതും ഈ ഒരു രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ വീഡിയോ സേവ് ആക്കി വെച്ചോളൂ, യൂസ്ഫുൾ ആവേ. അപ്പൊ അതിനായിട്ട് ഒരു ഫുൾ ആയിട്ടുള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, അതുപോലെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൈനാപ്പിളും അതുപോലെ തന്നെ മാങ്ങ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതൊന്നായി വരുമ്പോഴേക്ക് അതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചെരുവി എടുത്തിട്ടുള്ളതും പച്ചമുളകും ചെറിയ ജീരകവും കടുകും വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണേ. അപ്പൊ അത് പൈനാപ്പിളും മാങ്ങി ഇവിടെ നന്നായിട്ട് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് അങ്ങ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങ് വറ്റിയിട്ട് വന്നാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്കി മിസ്റ്റിന്റെ കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമ്മളെ പച്ചടിക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മിൽക്കി മിസ്റ്റ് തൈരും കൂടെ ആഡ് ചെയ്ത് അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് കുരില്ലാത്ത മുതിരയും കൂടി ഇട്ട് മിക്സ് ചെയ്യണേ. ഇന്ന് നമ്മൾ പച്ചടിക്ക് നല്ല സ്മെല്ലും ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്കി മിസ്റ്റിന്റെ പശുവിൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. വറവിടാനായിട്ട് പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നതോട് കൂടി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരെ പച്ചടിയിലേക്ക് അങ്ങ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഒരു ദിവസം പഴങ്ങിയാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടെ. അപ്പൊ ഇപ്രാവശ്യത്തെ സദ്യയിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ എന്തായാലും മറക്കണ്ടേ.